ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊരു പുതിയ ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 3 ടെക്നിക്കുകളാണ് പഠിച്ചത്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള 3 ടെക്നിക്കുകളായ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡുകളാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറെ മെത്തേഡ്സാണ്. അതായത് ലൂപ്പ്, ഡീജനറൻസി, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഡീജനറൻസിയാണ്. ഡീജനറൻസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. എന്താണ് ഡീജനറൻസി? വീണ്ടും ജനറേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ. അതായത് ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം കഴിഞ്ഞ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണെന്ന് തോന്നുന്നു ഒരു പ്രോബ്ലം തന്നിരുന്നു. അപ്പോൾ അത് മെൻഷൻ ചെയ്യാതിരുന്നതാണ്. അതിൽ അലൊക്കേഷൻ സെയിം ആയിട്ടല്ല വരുന്നത്. അതായത് m+n-1 അത് അലൊക്കേഷൻ ഈക്വലായി വരണമെന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈക്വൽ അല്ലാതെ വന്നൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടില്ല. ആ പ്രോബ്ലം ഈ ഒരു സെക്ഷനിലെടുത്ത് പഠിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് അത് അപ്പോൾ പറയുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഡീജനറൻസി എന്നുള്ളത്? ഡീജനറൻസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇൻ ഓപ്പറേഷണൽ റിസർച്ച്, ഇഫ് ദ നമ്പർ ഓഫ് അലൊക്കേഷൻ ഈസ് ഷോർട്ട് ഓഫ് ദ റിക്വയർഡ് നമ്പർ, then the solution is said to be degenerate. If number of allocations n equal to m+n-1, then degeneracy does not exist. n equal to എന്നില്ല, m+n അലൊക്കേഷൻ ഈക്വൽ ടു എന്ന് കൊടുക്കുക. അലൊക്കേഷൻ എന്ന് പറയുന്നത് m+n-1 ഈക്വൽ ആണ്. അതായത് റോയും കോളത്തിൻ്റെ എണ്ണം ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് മൈനസ് ചെയ്താൽ അതിന് ഈക്വൽ ആയിരിക്കണം നമുക്ക് കിട്ടുന്ന അലൊക്കേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ അല്ലാത്ത കേസിലാണ് ഡീജനറേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ശരിക്കും വരുന്നത് m+n-1 ആണ്. അല്ലാത്ത ഈ കേസിലാണ് അലൊക്കേഷൻ. നമുക്ക് പ്രോബ്ലം കിട്ടുമ്പോൾ അലൊക്കേഷൻ കിട്ടുന്നുണ്ടല്ലോ, ആ അലൊക്കേഷൻ 6 ആയിരിക്കും ചിലപ്പോൾ കിട്ടേണ്ടിയിരുന്നത്, പക്ഷേ അത് 5 ആയി വരിക. അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് ഈ ഡീജനറൻസി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. ചെക്ക് ഡീജനറൻസി. In a standard transportation problem with m source of supply and n demand destination, the test of optimality of any feasible solution requires allocation in m+n-1 independent cells. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു സ്റ്റാൻഡേർഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ എം സോഴ്സ് ഓഫ് സപ്ലൈ, എം സപ്ലൈയും എൻ ഡിമാൻഡും, അതായത് ഡെസ്റ്റിനേഷൻ ഡിമാൻഡും ഉണ്ടെങ്കിൽ അതിൻ്റെ അലൊക്കേഷൻ എന്ന് പറയുന്നത് m+n-1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്തിട്ട് തന്നെ അതിൽ വ്യത്യാസമുണ്ട്. അതിൽ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ അലൊക്കേഷൻസും ഡിപ്പെൻഡൻ്റ് നിൽക്കാൻ കഴിയുന്നത്. മറ്റത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ പരസ്പരം അടുത്ത് നിൽക്കേണ്ട ഒരവസ്ഥ. അത് 2 തരത്തിലുണ്ട്. ഈ ഒരു m+n-1 എന്ന് പറയുന്നതിനേക്കാളും കുറവാണ് അലൊക്കേഷൻ എന്ന് ആണ് എങ്കിൽ അതിൽ തന്നെ ഡിപ്പെൻഡൻറ്റും അലൊക്കേഷനും ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് അലൊക്കേഷനും. അത് നമുക്ക് ഇതിൽ തന്നെ പറയാം. അപ്പോൾ അത് ചെക്ക് ചെയ്യൽ കൂടിയാണ് ഡീജനറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്പർ ഓഫ് അലൊക്കേഷൻസ് ഈക്വൽ ടു m+n-1, the degeneracy does not exist. ഈ നമ്പർ ഓഫ് അലൊക്കേഷനിൽ അപ്പോൾ ഈ ഡീജനറൻസി എന്ന് പറയുമ്പോൾ അലൊക്കേഷൻ ഈക്വൽ അല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ
കഴിയുക എന്നാണ് നാം പറയുന്നത്. ദ അലൊക്കേഷൻ ഓഫ് ഇ ഷുഡ് അവോയ്ഡ് എ ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് ഷുഡ് നോട്ട് ഹാവ് എ പാത്ത്. Once this is done, the test of optimality is applied, and if necessary, the solution is improved in the normal was until optimality is reached. The following table shows independent allocation. അതായത് ഈ ഡീജനറൻസി ഇല്ലാണ്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് കാണാനാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അലൊക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ ഒരു അലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്താണ് ഇൻഡിപെൻഡൻ്റ്? നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കൂ. ഇതിൽ സെല്ലിലെ അലൊക്കേഷൻസ് ഇവയെല്ലാം തന്നെ ബന്ധങ്ങളില്ലാതെ ആണ് കിടക്കുന്നത്. ഒരു സെല്ലിനോട് മറ്റൊരു സെല്ലിനുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ വരച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. കൂട്ടി വരയ്ക്കുക. അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ക്ലോസ്ഡ് ലൂപ്പാണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം ഒരു ഷെയറിങ് എന്തോ ഉണ്ട്, അതങ്ങ് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താണ്, അത് ഇൻഡിപെൻഡൻ്റ്. ഇത് ഈ കേസിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ ചെതറിക്കിടക്കുക. സോ ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോൺ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഇത് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് അല്ലേ. അതുപോലെ അടുത്തൊന്നു ഇത് നോക്കൂ, ഇതും ക്ലോസ്ഡാണ്. ഇതും ക്ലോസ്ഡാണ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റും ഉണ്ട്, ഡിപ്പെൻഡൻറ്റും ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യൽ. അപ്പോൾ എന്താണ് ഡീജനറൻസി എന്ന് മനസ്സിലാക്കുക. അലൊക്കേഷൻ എന്ന് പറയുന്നത് m+n-1 ഈക്വൽ അല്ലാതിരിക്കുന്ന ഒരു കേസിലാണ് ഡീജനറൻസി പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ടെസ്റ്റ് സെൽസിൻ്റെ അലൊക്കേഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യേണ്ടത് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ് അൽഗോരിതം പറയാറ്. ഇപ്പോൾ ഇത് ആദ്യം എന്താണ് ഡീജനറൻസി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്, പ്രോബ്ലത്തിലോട്ട് പോകാറ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം കൂടി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മോഡി മെത്തേഡാണ്. MODI, മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. മോഡി മെത്തേഡും അതിൻ്റെ മറ്റൊരു പേരാണ് UV മെത്തേഡ് എന്ന്. അത് UV എന്ന രണ്ട് വേരിയബിൾസ് അതിൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടാണ് ഓപ്റ്റിമാലിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച മറ്റ് 3 മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മെത്തേഡാണ് മോഡി മെത്തേഡ് അല്ലെങ്കിൽ UV മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണ് മോഡി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡീജനറൻസി ചെയ്യുക, അതായത് നമ്മുടെ m+n-1 ഈക്വൽ അലൊക്കേഷൻ ആക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. തിയറി ആയതുകൊണ്ട് ഡൗട്ട്സുകൾ വരാം, ചോദിക്കുക. ശരിക്കും ഒന്നും കൂടി നോക്കിയിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.